കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദ്യാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മുട്ടത്തി കൃഷ്ണനെ ചാർത്തിരിക്കണം. എന്തൊരു കൗതുകം അറിയോ കാണാൻ. മുട്ടത്തി നിൽക്കണ പൊന്നുണ്ണി കണ്ണൻ്റെ കാര്യമല്ല, പൊന്തളകൾ കാണാം. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിലൊരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ നിലത്ത് കുത്തിയിട്ട് ആ നിലത്ത് കുത്തി ഇടത്തെ കൈൻ്റെ ചുവട്ടിൽ ഒരു ഓടക്കോളോട് കൂടി പിടിച്ചിട്ട് ഇടത്തെ കൈ വെച്ചിരിക്കണം. വലത്തെ മുന്നിൽ ഒരു സ്വർണ്ണപാത്രം നിറയെ വെണ്ണ വെച്ചിട്ടുണ്ട്. ആ വെണ്ണപാത്രത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിക്കുന്ന ഒരു വലത്തെ കയ്യിൽ ഒരു വെണ്ണ ഉരുളിയുണ്ട്. അങ്ങനെ മിടുക്കനായിട്ട് മുട്ടുകുത്തി വന്നിട്ട് വെണ്ണപാത്രത്തിൽ നിന്ന് വെണ്ണ കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട് നല്ല കൗതുകമുണ്ട്. ആ മുട്ടത്തി കൃഷ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. മിടുക്കന്നെ ഒരു ഉണ്ണി. ആ മുട്ടത്തി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇടത്തെ കൈ നിലത്ത് ഇങ്ങനെ കുത്തിയുണ്ട്. ആ കുത്തിയ നിലത്ത് ഉടക്കോയിലുണ്ട് ആ കൈൻ്റെ അടിയിൽ. വലത്തെ കയ്യിൽ വെണ്ണ ഉരുള. അത് മുന്നിൽ വെച്ചൊരു സ്വർണ്ണത്തിൻ്റെ ഒരു പാത്രം പോലെ. ആ പാത്രം നിറയെ വെണ്ണ. അതിൽ വെണ്ണ എടുത്ത് കഴിക്കുന്നത്. വെണ്ണക്കൊതി. ആ വെണ്ണ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ വായന്ന് വെണ്ണ ഇട്ടിട്ട് താഴത്തേക്ക് തന്നെ വീഴുന്നുമുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് ഒരു മിടുക്കന്നെ ഒരു ഉണ്ണി. ചെവിയിൽ രണ്ട് ചെവിയിലും ഗോപി തിലകം, നെറ്റിയുമിലൊരു ഗോപി തിലകം. പൊന്നുണ്ണി കണ്ടാൽ നല്ല സന്തോഷത്തോടു കൂടി ആ വെണ്ണോറിൽ വാരി കഴിക്കണം. നല്ല കൗതുകം. മുട്ടുകുത്തി വന്നിട്ട് വെണ്ണപാത്രത്തിന് ഒരു സ്വർണ്ണപാത്രം മുന്നിൽ ഇങ്ങനെ കളഭം കൊണ്ടാണ് ചാർത്തിരിക്കണം നല്ല ഭംഗിയായിട്ട്. അതിനാണ് വെണ്ണ എടുത്ത് കഴിക്കണത് കേട്ടോ. ആ വെണ്ണ കഴിച്ച് നല്ല ആനന്ദത്തിലാണ് പൊന്നുണ്ണി കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സന്തോഷത്തോടു കൂടി വെണ്ണ വാരി കഴിക്കണ ഒരു ഉണ്ണി കാണാൻ. ഒരു മിടുക്കൻ. കാണുമ്പോൾ തന്നെ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വെണ്ണ വാരി കഴിക്കണത്. പൊന്നുണ്ണി കണ്ണൻ്റെ ശിരസിങ്ങളിൽ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ ഒരു തിരുമുടി മാല. ഇവിടുത്തെ പൂ നിറയായിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ട് നല്ല ഭംഗിയുള്ള തിരുമുടി മാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്നായിട്ട് നടുവിലൊക്കെ തുളസിപ്പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട്. മറ്റതൊന്നും എങ്ങനെയാ വെച്ചാൽ താമരപ്പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും ഒരു തിരുമുടിമാലയും ചാർത്തിയുണ്ട്. ചെറിയൊരു പൊന്നുണ്ണി കാണാൻ. ആ മുട്ടുകുത്തി നിൽക്കണ കാണാൻ തന്നെ നല്ല കൗതുക. സ്വർണ്ണപാത്രത്തിൽ ഇങ്ങനെ വെണ്ണ വാരി കഴിക്കുക. മുന്നിലൊരു പാത്രം നിറയെ വെണ്ണ ഉണ്ട് കേട്ടോ. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ടുണ്ട് 2 പിന്നെ തെച്ചിപ്പൂ നിറയെ ആയിട്ട് നടുവിൽ കുറച്ച് തുളസിയായിട്ട് അങ്ങനെ ഒരെണ്ണം. പിന്നെ താമരയും തുളസിയും തെച്ചിയായിട്ട് ഒരെണ്ണം. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ 2 മാത്രമായിട്ട് 2 ഉണ്ടമാലകൾ. അങ്ങനെ 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമായി. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, പൊന്നുഗുരുവായൂരപ്പൻ, ആ വെണ്ണക്കൊതിയൻ മുട്ടുകുത്തി വന്നിട്ട് വെണ്ണപാത്രത്തിൽ നിന്ന് വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുക. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല സന്തോഷവും വാരിയെടുക്കാൻ തോന്നും. അത്ര രസമുള്ളൊരു ഉണ്ണിക്കണ്ണൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. എല്ലാത്തരം പാപവുമുള്ളവരെന്നെ തല്ലിയിടുവാൻ കാലനൊരിക്കലെത്തും. മെല്ലെന്നു കോലക്കുഴലും വിളിച്ചു മല്ലാക്ഷനപ്പോൾ എഴുന്നള്ളിടേണം. കാലൻ്റെ ഓരോ പുരുഷാക്ഷരങ്ങൾ എൻ്റെ കാതു പൊട്ടിച്ചു തുടങ്ങിടുമ്പോൾ ദൂരത്തിലായി നിന്റെ തളക്കിലുക്കം കേൾക്കായി വരേണം മരുതാലേശ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. എന്നും കണ്ണൻ കൂടെ ഉണ്ടാവണേ. ആ മുട്ടുത്തി വരണുണ്ട്. കണ്ണനെ കാണാനുള്ളൊരു കൗതുകം നല്ല ഭംഗിയുണ്ട്. എല്ലാ ഭക്തന്മാരും മനസ്സങ്ങനെ നിറയും. അത്ര കൗതുക കാണാൻ. ആ വെണ്ണ വാരി കഴിക്കണ ഒരു ഉണ്ണിക്കാണൻ, ഒരു വെണ്ണക്കൊതിയൻ. ഉടക്കൊള്ളി ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നിലത്ത് കുത്തിയിട്ട്. നല്ല രസമായിട്ടൊരു മിടുക്കൻ്റെ ഉണ്ണി. ആ വെണ്ണ വാരി കഴിക്കണം. ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം ഉണ്ടല്ലോ, മുട്ടുത്തിട്ടാണ് പോകണം. അപ്പം ഇൻഭാഗത്തൊക്കെ പാദത്തിൽ തളകളിങ്ങനെ കിലും എന്ന് ശബ്ദം കേൾക്കണം. ആ തള കാല് 2 കൊണ്ട് മുറുകെ പിടിക്കുക. ഭക്തന്മാർക്ക് പിടിക്കാനുള്ളതാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാല്, തൃപ്പാദം. പിഞ്ച് പാദം നല്ല കൗതുകം. പിടിച്ചാൽ തന്നെ നല്ല മൃദുവായിട്ടുള്ള പാദം. ആ പൊന്നുകൊണ്ട് കണ്ണൻ്റെ തൃപ്പാദം പിടിച്ചാൽ ആ പുഞ്ചിരി തൂക്കി വെണ്ണ വാരി കഴിക്കണം. ആ വെണ്ണക്കൊതിയൻ്റെ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് ഒരു ആനന്ദക്കട്ടയാണ്. സച്ചിദാനന്ദക്കട്ടയാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ആ ആനന്ദക്കട്ട തിരുമുഖം നോക്കി ഉറക്കം ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.